കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഉയർന്നു വരുന്നത്. ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് JDS-ന് തന്നെ മുൻ പഞ്ചായത്ത് അംഗമായ 44-കാരിയാണ്. തന്നെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ക്രൂരമായ ലൈംഗിക പീഡനം നടത്തിയെന്നാണ് സ്ത്രീ നൽകിയിരിക്കുന്ന പരാതി. തന്നെയും ഭർത്താവിനെയും കൊല്ലുമെന്നും പ്രജ്വൽ രേവണ്ണ ഭീഷണിപ്പെടുത്തി. മാത്രമല്ല, ആദ്യത്തെ പീഡന ദൃശ്യങ്ങൾ മൊബൈൽ റെക്കോർഡിന് ശേഷം ഇത് കാണിച്ചായിരുന്നു 3 വർഷത്തോളം തന്നെ നിരന്തരമായി പ്രജ്വൽ രേവണ്ണ പീഡിപ്പിച്ചതെന്നും യുവതി ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട്. കേസ് അന്വേഷിക്കുന്ന CID ടീമിന്റെ SIT വിഭാഗത്തിനാണ് ഇപ്പോൾ ഈ സ്ത്രീ 44-കാരിയായ സ്ത്രീ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നതെങ്കിലും ഈ ലൈംഗിക അതിക്രമ കേസ് ഇത് രണ്ടാമത്തെ പരാതിയാണ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ നിലവിൽ വന്നിരിക്കുന്നത്. നിലവിൽ 400ഓളം ഇരകൾ ഇതിനകത്ത് ഉണ്ട്, സ്ത്രീകൾ ഇരകളായിട്ടുണ്ട് എന്നാണ് SIT ടീമിന്റെ പ്രാഥമിക നിഗമനം. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ ദൃശ്യങ്ങളുടെ ഫോറൻസിക് പരിശോധന നടത്തി എത്രത്തോളം പരാതികൾ അല്ലെങ്കിൽ എത്രത്തോളം ഇരകൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ SIT പരിശോധിക്കുകയാണ്. അതേസമയം ഈ പരാതിയുമായി വരുന്ന ഇരകൾക്ക് കൂടുതൽ സംരക്ഷണവും നൽകണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഇരകൾക്ക് പൂർണ്ണമായ സംരക്ഷണം ഉറപ്പാക്കാനുള്ള കാര്യങ്ങളും പ്രധാനമന്ത്രി ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ല പ്രജ്വലിന്റെ കാര്യത്തിൽ എന്നടക്കം വലിയ പ്രചാരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടായിരുന്നല്ലോ. ഏതരത്തിലെങ്കിലും രാഷ്ട്രീയമായ കൂടുതൽ പ്രതികരണങ്ങൾ രാഹുലിന്റെ അടക്കം മറ്റെന്തൊക്കെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ വരുന്നത്? തീർച്ചയായും അതായത് പ്രധാനമന്ത്രി അടക്കം വിഷയത്തിൽ മൗനം പാലിക്കുന്ന സമയത്താണ് ഈ പരാതിയുമായി വരുന്ന ഇരകൾക്ക് സംരക്ഷണം ഒരുക്കണമെന്നുള്ള കാര്യം ഇപ്പോൾ രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കത്ത് നൽകിയിട്ടുണ്ട്. ഇരകൾക്ക് വേണ്ട നിയമസഹായം അടക്കം കർണാടക സർക്കാർ ഉറപ്പാക്കണമെന്നും രാഹുൽ ഗാന്ധി ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുകയാണ്. എന്തായാലും പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെയും അതുപോലെ തന്നെ HD രേവണ്ണയ്ക്കെതിരെയും കൂടുതൽ പരാതികൾ രംഗത്ത് വരികയാണ്. ഇരുവർക്കുമെതിരെയും കർണാടക സർക്കാർ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം HD രേവണ്ണയ്ക്കെതിരെയായിരുന്നു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. 3 തവണ നോട്ടീസ് കൊടുത്തിട്ടും HD രേവണ്ണ ഈ കേസ് അന്വേഷിക്കുന്ന സംഘത്തിന് മുന്നിൽ ഹാജരായില്ല എന്ന് കാണിച്ചായിരുന്നു പരാതി ഈ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത്. എന്തായാലും പ്രജ്വൽ രേവണ്ണ രാജ്യം വിട്ടത് തന്നെ വലിയ ഒരു രാഷ്ട്രീയ വിവാദമാക്കി ഉയർത്തിക്കൊണ്ടുവരികയാണ് ഇപ്പോൾ കോൺഗ്രസ്. ഈ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ചാണ് പ്രജ്വൽ രേവണ്ണ രാജ്യം വിട്ടത്. എന്തായാലും മെയ് 15-ന് പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിൽ നിന്നും മടങ്ങി വരുമെന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ SIT സംഘം. വന്ന ഉടനെ പ്രജ്വൽ രേവണ്ണയെ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികളും ഇപ്പോൾ SIT എടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നതിലും കൂടുതൽ പരാതികൾ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ വരും ദിവസങ്ങളിൽ ഗുരുതരമായ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള പരാതികൾ വരുമെന്നാണ് SIT ടീമിന്റെ ഇപ്പോഴൊരു നിഗമനം.